ആദ്യം തന്നെ ഞാൻ സ്കൂള് വിട്ട് നമ്മൾ ഓടി വരും വീട്ടിലേക്ക്. അപ്പം കൈരളിയിൽ ഡ്യൂ ഡ്രോപ്സ്, മിസ്റ്റ് ഇതിലൊക്കെ കേൾക്കുന്ന കുറേ നല്ല ഫീൽ ഗുഡ് സോങ്സ് ഉണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ സമ്മാനിച്ച ഒരാളാണ് മുന്നിലിരിക്കുന്നത്. ഞാൻ 2K കിഡാണ്. എന്നിട്ട് നമുക്കിത് അറിയില്ല, ഇങ്ങനെ ഒരാളുണ്ടെന്നോ ഇയാളാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഫീൽ സമ്മാനിച്ചത്. ഒരുപാട് ഇമോഷൻസ് അല്ലേ? നഷ്ടപ്രണയം, പ്രണയിക്കാനുള്ള ഇമോഷൻസ്, കാത്തിരിപ്പിന്റെ ഇമോഷൻസ്. ആ സമയത്ത് ഒരു 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 കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഡ്യൂ ഡ്രോപ്സിൽ തന്നെ കുറേ പേർക്ക് അതൊരു ഭയങ്കര റെഗുലർ എൻ്റർടൈൻമെൻറ്റും റെഗുലർ ഒരു പാഷനായിട്ട് കൊണ്ടുനടന്നിട്ടുണ്ട്. ആ പ്രായത്തിലുള്ള കുറേ പേരുടെ ഉള്ളിൽ അന്ന് വന്നിട്ടുള്ള കുറേ നല്ല പാട്ടുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രായമായാലും അതിങ്ങനെ ഉള്ളിൽ നിൽക്കുന്ന അവരുടെ ജീവിതത്തിലെ പല മൊമെൻറ്റ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോഴും ഈ അതിൻ്റെ ആ പാട്ടിൻ്റെയൊക്കെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കമൻ്റ് അയക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഭയങ്കര രസമാണ് ആക്ച്വലി. ഈ ഒരുപാട് പ്രണയമൊക്കെ തന്ന ആളാണല്ലോ, നല്ലൊരു കാമുകനാണോ? ആദ്യം തന്നെ ചോദിക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ വിവാഹം കഴിച്ചത് പ്രണയിച്ചിട്ടാണ്. പിന്നെ പ്രണയം ഞാൻ വേറൊരു എൻ്റെ ഒരു ബേസിക് തോട്ട് തന്നെ പ്രണയത്തിൽ ബേസ് ചെയ്തിട്ടാണ് ലൈഫ്. അത് ഞാനിപ്പോൾ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക. ലവ് ഈസ് ഈക്വൽ ടു MC² എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക. അത് കാരണം ഐൻസ്റ്റീൻ മകൾക്ക് എഴുതിയ ഒരു കത്താണ്. അതിനകത്ത് അദ്ദേഹമാണല്ലോ ഈക്വൽ ടു MC² കണ്ടുപിടിച്ചത്. അത് ആറ്റം ബോംബ് വരെ എത്തുന്നത് കണ്ടു നിന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ മകൾക്ക് എഴുതിയ കത്തിലെ ഈ പ്രപഞ്ചം ഉൾക്കൊള്ളുന്ന, വിശദീകരിക്കാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ലൈഫ് ഫോഴ്സ് ലവ് എന്നാണ്. ഭയങ്കര ഇൻട്രസ്റ്റീവ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റാണ്. ഈ പ്രപഞ്ചം മുഴുവൻ കണക്റ്റഡ് ആണ്, പ്രണയത്താൽ കണക്റ്റഡ്. അത് ഞാൻ വായിക്കുന്നത് ഒരു ഈയിടെയാണ്, പക്ഷേ ഈ ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ പണ്ടേ ഉണ്ട്. ഞാൻ ആ ഒരു എല്ലാത്തിനോടും ഒരു നമുക്ക് ഇഷ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ ചെയ്യുന്ന വർക്ക് എല്ലാം പ്രണയത്തിലായിരിക്കും.